Eat a live frog first thing in the morning, and nothing bad will happen to you for the rest of the day. മാർക്ക് ട്വെയിൻ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം, നിങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരു ടേബിളുണ്ട്. ആ ടേബിളിൽ ഇരുന്നാണ്ട് ഫുഡ് കഴിക്കാനിരിക്കണം. ആ ടേബിളിൽ രണ്ട് പാത്രത്തിൽ നമുക്ക് ഫുഡുണ്ട്. അതിലൊരു പാത്രത്തിൽ ഒരു ലൈവായിട്ടുള്ള ഫ്രോഗ്, ജീവനുള്ള തവള. മറ്റേ പാത്രത്തിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മീല്, എന്തും ആയിക്കോട്ടെ. ഇനി ഷവായ ആണെങ്കിൽ ഷവായ, ഷവർമ ആണെങ്കിൽ ഷവർമ, അല്ലെങ്കിൽ എന്തെങ്കിലും തൊള്ളയിൽ കിട്ടാത്ത പേരുള്ള എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ. അത് ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഏറ്റവും ഫേവറേറ്റ് സാധനം. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നും, അങ്ങനത്തെ സംഭവം. എന്നിട്ട് നിങ്ങളോട് പറയാണ്, ഈ രണ്ട് സംഭവങ്ങളും, ഒരു പാത്രത്തിലുള്ള ലൈവായിട്ടുള്ള ഫ്രോഗും ജീവനുള്ള തവളയും, അതേപോലെ തന്നെ മറ്റേ പാത്രത്തിലുള്ള നിങ്ങൾ ഏറ്റവും ഫേവറേറ്റ് ഫുഡും, ഈ രണ്ട് സംഭവങ്ങൾ എന്തായാലും കഴിക്കണം. അത് എങ്ങനെ കഴിക്കണം, ഏത് രീതി കഴിക്കണം ഒക്കെ നിങ്ങളിഷ്ടം. ഫസ്റ്റ് ഏത് കഴിക്കണം, പിന്നെ ഏത് കഴിക്കണം, അതൊക്കെ നിങ്ങളിഷ്ടം. പക്ഷേ രണ്ടും എന്തായാലും കഴിക്കണം. ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാ ആൾക്കാർ എങ്ങനെ ചിന്തിക്കുക? ഫസ്റ്റ് ആ ഏറ്റവും ടേസ്റ്റുള്ളതിൻ്റെ ഫേവറേറ്റ് സാധനം കഴിക്കാം, പിന്നെ ആലോചിച്ചാൽ മതി ആ ഫ്രോഗിനെ കുറിച്ച്. അത് ഏതായാലും അത് വായിലൂടെ കിടുമ്പോഴുള്ള അവരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ആ ഒരു കൊഴുപ്പും പിന്നെ വായിൽ കിടന്നാണ്ട് ആ ഒരു പ്ലക്ക് കിടന്നാണ്ട് ചാടും, അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ അറപ്പാണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, അത് ഏറ്റവും ടേസ്റ്റുള്ള മീൽ കഴിക്കുക, പിന്നെ എന്ത് ചെയ്യാം, പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. അതാണ് മണ്ടന്മാരെ മൈൻഡ് സെറ്റ്. ആ ഒരു ചിന്തൻ്റെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും ടേസ്റ്റുള്ള, മൗത്തിൽ വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ല ഫീൽ കിട്ടുന്ന ഫുഡാണ് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിലും, ആ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ആ ഒരു അറപ്പുള്ള ആ ഒരു തവളനെ കഴിക്കണമല്ലോ എന്നാണ്. അപ്പോൾ ഈ ഫുഡ് ഓരോ കഷ്ണമായിട്ട് വായിലേക്ക് വെക്കുമ്പോഴും നമ്മുടെ മൈൻഡ് ഇത് എൻജോയ് ചെയ്യല്ല. ആ നെക്സ്റ്റ് കാര്യം കുറച്ചിങ്ങനെ ചിന്തിക്കുകയാണ്. ഇനി അപ്പം എന്താ ചെയ്യുക, അത് എങ്ങനെ തിന്നുക, അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഒരു കൊഴുപ്പുണ്ടാവും, എത്രത്തോളം അത് അറപ്പാവും എന്നുള്ള കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇപ്പോൾ കറൻ്റ് ചെയ്യുന്ന സംഭവം എൻജോയ് ചെയ്യാനും പറ്റില്ല. അത് കഴിഞ്ഞിട്ട് എന്തായാലും ആ തവളനെ തിന്നും വേണ്ടി വരും. പക്ഷെ അതേസമയം നിങ്ങൾ ഫസ്റ്റ് ആ തവളനെയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ, ശരിയാണ്, ആദ്യം കുറച്ചൊരു ചടപ്പും അറപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ അതാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു ആശ്വാസമാണ്. ഇനി അടുത്ത് എന്ത് ചെയ്താൽ മതി, ഏറ്റവും ഗതികേടുള്ള സംഭവം കഴിഞ്ഞു, ഇനി എനിക്കെൻ്റെ ഫേവറേറ്റ് സാധനം മര്യാദക്ക് എൻജോയ് ചെയ്ത് തിന്നാം. ആ ഒരു കൊഴുപ്പും ആ അറപ്പും ആ സംഭവം തീർന്നല്ലോ, ഇനി അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി എൻ്റെ ഫേവറേറ്റ് മീലിംഗ് തിന്നാം. ബ്രയാൻ ട്രേസി എന്ന് പറഞ്ഞ ഓതറുടെ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞ ബുക്കിലെ കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന, നമ്മൾ മാറ്റിവെക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ വലിയ ടാസ്കുകളെ മാറ്റിവെക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ ഒരു പ്രോക്രാസ്റ്റിനേഷൻ, അതിനെ ടാക്കിൾ ചെയ്യാനുള്ള വഴികളാണ് പറഞ്ഞു തരുന്നത്. അതിൽ ഫ്രോഗ് എന്ന് പറഞ്ഞാണ്ട് റെഫർ ചെയ്യുന്നത് ആ ഒരു നമുക്ക് അറപ്പും ആ ഒരു ഗതികേടും ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടാസ്ക്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എഫേർട്ട് ഇടേണ്ട ടാസ്കിനെയാണ് റെഫർ ചെയ്യുന്നത്. ആ ഒരു സംഭവം നിങ്ങൾക്ക് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കി തരുന്നത്. അത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ പെയിന് കൂടിക്കൂടി വരും. ഇഫ് യു ഡോണ്ട് നോ മീ, മൈ നെയിം ഈസ് ഇഷാം. ഐ എം എ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടന്റ് ക്രിയേറ്റർ. നമ്മളെ ലൈഫിൽ എല്ലാവർക്കും അനുഭവമുള്ളൊരു സംഭവമായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ഇടേണ്ട ടാസ്ക് ഉണ്ടാവും. നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, അത് പിന്നെ ചെയ്യാം, ഞാൻ ആദ്യം ഫുഡ് കഴിക്കട്ടെ, ആദ്യം ഈ വീഡിയോ ഒന്ന് കാണട്ടെ, ആദ്യം ഇത് ചെയ്യട്ടെ, ആദ്യം അങ്ങോട്ട് പോയിട്ട് വരാം, എന്നിട്ട് അത് ചെയ്യാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചെയ്യും, ആ ടാസ്ക് നമ്മൾ ചെയ്യൂല. അതെല്ലാവർക്കും അനുഭവം ഉണ്ടാവും. അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഈ ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫ്രോഗുകളുടെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കാം, ഏതെങ്കിലും ഒരു വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിനോ അല്ലാണ്ടെങ്കിൽ ഏതെങ്കിലും കോഴ്സോ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ദിവസത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പഠിക്കുക എന്നുള്ളതായിരിക്കും. അത് തന്നെ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടേണ്ട സ്റ്റഡീസ്. അതായത് ഇപ്പോൾ ഹോംവർക്ക് ചെയ്യലൊക്കെ അത്രയും എഫേർട്ട് ഉണ്ടാവില്ല, പക്ഷെ അതേസമയം ആ ഒരു കൺസെപ്റ്റ് ക്ലാസ്സിലെടുത്തതൊക്കെ വീണ്ടും പഠിക്കൽ, ആ ഒരു സംഭവം മനസ്സിലാക്കൽ, കൺസെപ്റ്റ് ഫുള്ള് മനസ്സിലാക്കലൊക്കെ അത്യാവശ്യം മെൻ്റലി എഫേർട്ട് ഇടേണ്ട സാധനങ്ങളായിരിക്കും. നിങ്ങൾക്കത് ചിലപ്പോൾ വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല, കാരണം അവിടെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും. അതാണ് അപ്പോൾ നിങ്ങളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്. നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കി തരുന്നത് ചിലപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ടെസ്റ്റ് ചെയ്യലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫ്രോഗ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നിങ്ങളൊരു അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്പോർട്സിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് എന്താ? ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനൊരു മടിയൊക്കെ ഉണ്ടാവും, കാരണം ഏർലി മോർണിംഗിലൊക്കെ ചെയ്യാനൊരു മടിയൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അന്നത്തെ ദിവസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്, അതായത് നിങ്ങളുടെ ഫ്രോഗ് എന്ന് പറയുന്നത് ഏതായിരിക്കും? യെസ്, ട്രെയിനിങ്. ആ ഒരു ദിവസം ആ ഒരു നേരത്ത് രാവിലെ, ഇനി തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും എന്താണെങ്കിലും ഗ്രൗണ്ടിലേക്ക് പോയി, ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ, അല്ല ഇൻഡോർ ആണെന്നുണ്ടെങ്കിൽ ഇൻഡോർ, എന്നിട്ട്
ആ ഹാർഡ് ഫിസിക്കൽ ട്രെയിനിങ് സെഷൻ. അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. നിങ്ങളെ ഫ്രോഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവില്ല, അത് പെയിൻഫുൾ ആയിരിക്കും, പക്ഷേ ദാറ്റ് ഈസ് ദ മെയിൻ തിങ് ദാറ്റ് ഗിവ്സ് യു ദ റിസൾട്ട് ദാറ്റ് യു വാണ്ട്. ഒരു കണ്ടന്റ് ക്രിയേറ്ററെ സംബന്ധിച്ച് ഓൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് എന്തായിരിക്കും? കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുക, എന്നിട്ട് സ്ക്രിപ്റ്റ് ചെയ്യുക, എന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക, ആ വീഡിയോ എഡിറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്താണ്ട് പോസ്റ്റ് ചെയ്യുക. ഈ ഒരു 4 സംഭവങ്ങൾ എന്തായാലും ചെയ്യണം. ഓനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ ഓൻ എന്തായാലും ആ സംഭവം ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കണ്ടന്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രോക്കാസിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഓൻ്റെ ഫ്രോഗാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. മേ ബി അത് ഹാർഡായിരിക്കും, എഫേർട്ട് ഇടേണ്ടി വരും, ബട്ട് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഇനിയിപ്പോൾ നിങ്ങളൊരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊപ്പം ക്ലയൻറ്റുകളൊപ്പമുള്ള മീറ്റിംഗ് ഉണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൾ ചെയ്യാനുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനുണ്ടാവും. ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. കുറേ വർക്ക് ഇടേണ്ടി വരും, മെൻ്റൽ എഫേർട്ട് ഇടേണ്ടി വരും, ഫിസിക്കൽ എഫേർട്ട് ഇടേണ്ടി വരും. പക്ഷേ അതാണ് നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് ഏറ്റവും കൂടുതൽ തരുന്ന ടാസ്ക്, ആൻഡ് ദാറ്റ് ഈസ് ദ ഫ്രോഗ്. അപ്പോൾ എങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും, ഈ പ്രോക്കാസിനേഷനെ ടാക്കിൾ ചെയ്യാൻ പറ്റും, ഈ ഒരു ഫ്രോഗിനെ നമുക്ക് കഴിക്കാൻ പറ്റും ഫസ്റ്റ് തന്നെ എന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് സെറ്റ് ദ ഡയറക്ഷൻ, ദ ഗോൾ. ഏറ്റവും ബേസിക്കായി നമുക്ക് വേണ്ട സാധനമാണ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് പറയാൻ പറ്റാത്തൊരു സംഭവമാണ് ഗോൾസ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ഞാൻ എവിടെയോ വായിച്ചതാണ്, എനിക്ക് കറക്റ്റ് സെൻറ്റൻസ് ബൈ ഓർമ്മയില്ല, എന്നാലൊരു എക്സാമ്പിളായിട്ട് എനിക്ക് പറഞ്ഞുതരാം. ഒരാൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ 2 വഴിയുണ്ട്, ഇതിൽ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങോട്ടാണ് എത്തേണ്ടത്, എങ്ങോട്ടാണ് നിങ്ങൾ എത്താൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അങ്ങനൊന്നുമില്ല, എങ്ങോട്ട് എത്തിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ പറയുക, എന്നാൽ പിന്നെ ഏത് വഴിയിൽ പോയാലും കുഴപ്പമില്ല, എങ്ങോട്ടെങ്കിലും എത്തിക്കോളും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു വഴി ഏതാണെന്ന് തീരുമാനിക്കണം, എങ്ങോട്ടാണ് എത്തേണ്ടതെന്ന് തീരുമാനിക്കുന്ന സംഭവമാണ് ഗോള്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ബേസിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം, എന്താണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ളത് സെറ്റ് ചെയ്യാം. എങ്കിലേ പിന്നെ നമുക്ക് അതിലേക്കുള്ള അതിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനിച്ചാൻ പറ്റുള്ളൂ. അതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതല്ല ഗോളുമ്പോൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഞാനും പറയണം, ഒരു മാസം 50,000 രൂപ ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ഗോൾ എന്നുണ്ടെങ്കിൽ അതിങ്ങനെ എന്നും 50,000 രൂപ ഉണ്ടാക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ കുറേ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു 50,000 എങ്ങനെ ഉണ്ടാക്കാം 50,000 എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ ഗോളുമ്പോൾ ഒബ്സസ് ചെയ്യലാണ്. അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ ചെയ്യേണ്ടത്, പിന്നെ അതിമൊക്കെ നോക്കണ്ടേ. ആ ഗോൾ എന്ന് പറഞ്ഞത് ഓക്കെ, നമുക്ക് ഡയറക്ഷൻ, ഓക്കെ ഇതാണ് നമ്മൾ ഗോൾ, സെറ്റ് റെഡി, ഇതിന് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത് തീരുമാനിച്ചത്. അപ്പോൾ അതാണ് ഫസ്റ്റ് സംഭവം, സെറ്റ് യുവർ ഡയറക്ഷൻ. അതിന് വേണമെങ്കിൽ വേറൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരാൾക്ക് വെയിറ്റ് കുറക്കണം എന്നാണ് ആഗ്രഹം, ഒരു മാസം 5 കിലോ കുറക്കണം എന്ന് ആഗ്രഹം. അപ്പോൾ എന്നും അയാൾ വന്നാണ്ട് അയാളെ ഷർട്ട് ഊരിയാണ്ടോ അല്ലാണ്ടെങ്കിൽ കണ്ണാടിൻ്റെ മുമ്പിൽ നിന്നാണ്ട് എന്ത് വെയിറ്റ് കുറയാത്ത എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അയാൾ ചെയ്യേണ്ടത് എന്താണ്, ഡെയിലി 200-300 കാലറി അയാളുടെ മെയിൻ്റനൻസ് കാലറീനെക്കാട്ടും കുറഞ്ഞ അളവിൽ ഡെഫിസിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം വർക്കൗട്ടൊക്കെ ചെയ്ത് മാക്സിമം പ്രോട്ടീനും അതുപോലത്തെ ഫാറ്റിൽ നിന്നുള്ള കാലറീസ് എടുത്തിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് നല്ല ഡിസിപ്ലിനായിട്ട് പോകേണ്ടി വരും. നല്ല ഉറക്കം ഉറങ്ങി നല്ല വർക്കൗട്ടൊക്കെ ചെയ്ത് പോകേണ്ടി വരും. അപ്പോഴാണ് അയാൾ വെയിറ്റ് കുറയാം. അപ്പോൾ ഇതാണ് അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലാതെ എന്തുകൊണ്ട് വെയിറ്റ് കുറയണില്ല എന്നല്ല. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എന്ത് കാര്യം നമ്മൾ സെറ്റ് ചെയ്താലും ലൈഫിൽ സെറ്റ് ചെയ്താലും നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഗോൾ സെറ്റായി, ഇനി രണ്ടാമത്തെ കാര്യമാണ് പ്ലാൻ യുവർ ഡേ ബിഫോർ. നൗ ആ ഒരു ഗോളിലേക്ക് എത്താനുള്ള ആക്ടിവിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആ ഒരു വെയിറ്റ് കുറയാനുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾ കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റ് അല്ലെങ്കിൽ കാലറി ഡെഫിസിറ്റിലൂടെയാണ് ഡെയിലി കടന്നു പോകേണ്ടതെന്നുണ്ടെങ്കിൽ, അതുപോലെ ഒരു റണ്ണറിനെ സംബന്ധിച്ച് ഡെയിലി ഇത്ര കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും, ഇത്ര പേസിൽ ചെയ്യേണ്ടി വരും, ഇത്ര റെപ്പറ്റീഷൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ ഒരു ഇതുണ്ടാവും. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്യേണ്ടി വരും, ഇത്ര നേരം പഠിക്കേണ്ടി വരും, ഇത്ര എഫക്റ്റീവായിട്ട് പഠിക്കേണ്ടി വരും എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഇനി എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യണമെന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം പ്ലാൻ യുവർ ഡേ ബിഫോർ. അപ്പോൾ നാളത്തെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സെറ്റാക്കാം, നാളെ ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര നേരം വർക്ക് ചെയ്യണം, ഇന്ന ചാപ്റ്റർ പഠിക്കണം, ഇന്ന ട്രെയിനിങ് സെഷൻ ഇത്ര നേരം ട്രെയിൻ ചെയ്യണം, നേരത്തെ ട്രെയിൻ ചെയ്യണം, ഇന്ന ഫുഡ് കഴിക്കണം, ഇന്ന കോൾ മേക്ക് ചെയ്യണം. അങ്ങനെ എന്താണോ നിങ്ങളുടെ ഇൻപുട്ട് ആ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പ്ലാൻ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും ഒരു ദിവസം എന്താണോ ഹാപ്പൻ ചെയ്യണം അതിൻ്റെ ഒപ്പം അങ്ങനെയാണ് പോകാൻ പാടില്ല. നമ്മളെങ്ങനെ തീരുമാനിക്കുന്നത്, നമ്മളെ ദിവസം എങ്ങനെ ആവണമെന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം. നൗ ഡു ദ 80-20 റൂൾ. 80-20 റൂൾ നിങ്ങൾക്ക് അറിയണ്ടാവും, പാരാറ്റോസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞു തരാണെങ്കിൽ, എനിക്കൊരു പൂന്തോട്ടം ഉണ്ടെന്ന് വിചാരിക്കാം. ആ പൂന്തോട്ടത്തിലെ ടോട്ടൽ പൂക്കൾ ഞാൻ എടുത്തു. ടോട്ടൽ പൂക്കളിൽ 80% പൂക്കൾ ഉണ്ടാക്കുന്നത് 20% ചെടികളാണ്. മനസ്സിലായോ? അതായത് ഒരു 100 ചെടീൻ്റെ വിചാരിക്കാം, പക്ഷെ അതിൽ വെറും 20 ചെടികളിൽ ഇഷ്ടം പോലെ പൂ ഉണ്ടാവുന്നുണ്ട്, ബാക്കിയുള്ളതിലൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്താണ്ട് ഇത് നിലനിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ കിട്ടും.
എന്നിട്ട് പിന്നെയും അടുത്ത പ്ലാന്റ് ചെയ്തിട്ട് അതേപോലത്തെ ആദ്യത്തെ ഏറ്റവും പൂക്കൾ ഉണ്ടാക്കുന്ന ചെടി കണ്ടുപിടിക്കുക, ബാക്കി ഒഴിവാക്കാം. അങ്ങനെ ആയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലേക്കാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നമ്മളെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കി തരുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പല മെത്തേഡ്സുകൾ നമുക്ക് ഉണ്ടാവും. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്റ്റീവ് ആയത് ഏതാ, അത് ഡബിൾ ഡൗൺ ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ നമുക്ക് വിചാരിക്കുന്ന റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വളരെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അത് ഫൈൻ ചെയ്യാം. എന്നിട്ട് ആ ടാസ്കുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. അതായത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം പിന്നെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 4 hour വർക്ക് വീക്കിലൊക്കെ വായിച്ചൊരു സംഭവമാണ്. വേറെ ബുക്സിലും പറയുണ്ടാവും. ഈ ഒരു ഒറ്റ കാര്യം ഞാൻ ഇന്ന് അക്കംപ്ലിഷ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് സാറ്റിസ്ഫൈഡ് ആവുമോ? അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു റൂട്ടീനാകെ തെറ്റി, കുറേ ദിവസം ഇങ്ങനെ ഒരേപോലെ പോകാൻ ഒരു റൂട്ടീനാകെ തെറ്റി. പക്ഷേ ഇന്നൊരു ദിവസം ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് കാര്യം അപ്പോൾ ചെയ്താലാണ് ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആവുക? ഓക്കെ, ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു എന്നുള്ള രീതി പറയാം. അപ്പോൾ ആ ഒരു സംഭവം ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ അടുത്തത് അങ്ങനെ. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടാസ്കുകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തല്ലോ. ഇനി ആ ടാസ്ക് ചെയ്യുമ്പോൾ ഡീപ്പ് വർക്ക് ചെയ്യാം, ഫ്ലോ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാം. നിങ്ങളെ മൈൻഡും നിങ്ങളെ ബോഡിയും എല്ലാം എന്ത് ചെയ്യണം? അവിടെ തന്നെ വേണം. അവിടെ വേറെ ഡിസ്ട്രാക്ഷൻസോ ഫോണോ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക എന്നുള്ള രീതിയിൽ സ്ക്രോളിങ്, വേറെ എന്തെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യുക, ഇമെയിൽ ചെക്ക് ചെയ്യാം, ഇങ്ങനല്ല. ഡീപ്പ് വർക്ക് എന്താണ് ചെയ്യണത്? അത് ഫ്ലോ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുക. ഫ്ലോ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു ചിന്തയില്ല, നമ്മൾ ഫുള്ളായിട്ട് മുഴുകി ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമല്ലോ, ആ ഒരു സംഭവം. ഞാനിപ്പോൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്തയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഫുൾ എന്തായിരിക്കും? ഒരു പകുതി തെറ്റ് പകുതി കറക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും. ഇതിൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെ വേണം. അതുപോലെ തന്നെ എന്ത് ടാസ്ക് ചെയ്യുമ്പോഴും ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഡീപ്പ് വർക്ക് എന്നുള്ളത് നമ്മൾ ഫുൾ കോൺസെൻട്രേഷനോട് കൂടി, ഇനി പറ്റുകയാണെങ്കിൽ ഫോൺ വേറെ റൂമിൽ വെക്കുക, എയറോപ്ലെയിൻ മോഡാക്കുക, നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കുക, എന്തായിക്കോട്ടെ, ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ വേറെ ആരും നിങ്ങളെ ഇൻട്രപ്റ്റ് ചെയ്യാതെ ഫ്ലോ സ്റ്റേറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഡോണ്ട് മൾട്ടി ടാസ്ക്. എനിക്ക് പറയാനുള്ള കാര്യമാണ്. കാരണം ഞാൻ ഓഫീസിലൊക്കെ നല്ല രീതിയിൽ കാണുന്ന സംഭവമാണ്. ചില ആൾക്കാരുടെ വിചാരം അതാണ്, ഞാൻ ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കും എപ്പോൾ പല ടാസ്കുകളും ഒരേ സമയം ജഗ്ൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും. ശരിയാണ്, ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ശരിക്കും ആ ഒരു ടാസ്ക് എത്രത്തോളം മനോഹരമായിട്ടാണ്, എഫിഷ്യൻ്റ് ആയിട്ടാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പൊട്ടത്തരാണെന്നുള്ളത്. കാരണം ഒരു ടാസ്കിൽ ഒരേ സമയം, 1 task at a time നമ്മൾ ഫോക്കസ് ചെയ്താൽ ആ ടാസ്ക് ഏറ്റവും ക്വാളിറ്റിയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ സമയം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതേസമയം നമ്മൾ ഇമെയിലിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, അതേസമയം നമ്മൾ ക്ലയൻറ്റിന് ഒരു കോൾ മേക്ക് ചെയ്യുന്നുണ്ട്, അതേസമയം നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ ചിലവർക്ക് എന്തുണ്ടാവും, ഇനി ആ മൾട്ടി ടാസ്കറാണ്, എനിക്ക് അതൊരു സ്കില്ലുണ്ട്, അങ്ങനെ പറയണേ ഞാൻ കേട്ടിക്കണേ. ചിലപോലെ CV ചെയ്യാൻ കണ്ടിക്കണേ, ഐ എം എ മൾട്ടി ടാസ്കർ എന്നൊക്കെ പറഞ്ഞാണ്ട് അതൊരു എന്തോ അച്ചീവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ. ആക്ച്വലി അതൊക്കെ പാടെ ചെയ്യുമ്പോഴത്തേനും, അതൊക്കെ പാടെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും കുറേ ടൈം എടുത്തിട്ടുണ്ടാവും ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതേസമയം ഓരോന്ന് മര്യാദക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലോ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ടാവും. ഡോണ്ട് മൾട്ടി ടാസ്ക്. നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ്, അത് എന്തായാലും അങ്ങനെ ആയിരിക്കണം എന്നില്ല, പക്ഷെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ഇഫ് ദ തിങ് ദാറ്റ് യു ആർ വർക്കിംഗ് ഓൺ നിങ്ങൾക്ക് വർക്കായിട്ട് ഫീൽ ചെയ്യണില്ല, അതായത് ഒരു പ്രഷറോ വേറെ എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല, അത് ഇത് ചെയ്യണമല്ലോ, അതിന് പകരം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ, എന്താണ് നാളെ ഇപ്പോൾ എന്താ കണ്ടന്റ് കണ്ടുപിടിച്ചാൽ എങ്ങനെ ഇപ്പോൾ ഈ ഒരു നാളത്തെ എക്സാമിന് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ഒരു എക്സൈറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ക്ലയൻറ്റിന് നാളെ കോൾ ചെയ്യണം, ഇത്ര പൈസ കിട്ടും അടുത്ത മാസം എന്നുള്ളൊക്കെ രീതിയിൽ ഫുൾ എക്സൈറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്കൊരു ഫണ്ണായിട്ടാണ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് പിന്നെ ഒന്നുകൂടി സുഖമായിരിക്കും. അതായത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യണ പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അത് വർക്കായി തോന്നുന്നില്ല. അങ്ങനത്തെ സംഭവം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ദ പ്രോസസ് ഈസ് മോർ ഈസി. അടുത്ത സംഭവമാണ് ബി ഒപ്റ്റിമിസ്റ്റിക്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആണ്, നമ്മൾ ഔട്ട്കം, അതായത് ഇപ്പോൾ ഞാനിങ്ങനൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് മര്യാദക്ക് നടക്കും, സക്സസ് ആവും, വിജയിക്കും എന്നുള്ള മൈൻഡിലാണല്ലോ ഒപ്റ്റിമിസ്റ്റ് ആൾക്കാർ ചിന്തിക്കാം. എന്നുള്ള രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ 90% സമയങ്ങളിലും അത് ഫെയിലാവുണ്ടാവും. പക്ഷേ ആ 90 മാറ്റി വെച്ചാൽ അവിടെ ഒരു 10 ഉണ്ട്. ആ 10ൽ ആ സംഭവം സക്സസ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ 99% ചിലപ്പോൾ ഫെയിൽ ആവുണ്ടാവും, പക്ഷേ 1% അവിടെ എന്തുണ്ടാവും, സക്സസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒപ്റ്റിമിസ്റ്റിക് ആയുള്ള മെച്ചം എന്ന് പറയുന്നത്, നമ്മൾ ആ ഒപ്റ്റിമിസ്റ്റിക് ആയതുകൊണ്ട് മാത്രമാണ് ആ 99 നമ്മൾ ചെയ്ത് പിന്നീട് നമ്മൾ ആ 1% എത്തുന്നത്. ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളാണ്, ഞാനൊരു കാര്യം തുടങ്ങിയിട്ട് കാര്യമില്ല, ഞാൻ ജിമ്മിൽ പോയിട്ട് കാര്യമില്ല, എനിക്ക് അതിനുള്ള ജെനറ്റിക്സ് ഇല്ല, എന്തായാലും ഉണ്ടാവില്ല, ഞാൻ വെറുതെ 1 കൊല്ലം 2 കൊല്ലമൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഞാൻ എൻ്റെ ബോഡി മേലില്ലാണ്ടാണ്, എൻ്റെ പാക്കും മകൊന്നും
അങ്ങനെ വലിയൊരു ജെനറ്റിക്സ് ഇല്ല ഞങ്ങളുടെ കുടുംബത്തിൽ, അപ്പോൾ എന്തായാലും ഉണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കണില്ല. ഒപ്റ്റിമിസ്റ്റിക് ചിന്താഗതിയുള്ളവരാണെങ്കിൽ എന്താ പറയുക, ഓക്കെ ഇപ്പോൾ ഞാൻ മെലിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ തടിച്ചിട്ടാണ്, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, 1-2 കൊല്ലം പോയി നോക്കാം, അഥവാ നല്ല ബോഡി ഉണ്ടായാലോ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ ചെയ്യാതെ നമുക്കറിയില്ലല്ലോ എന്ന് ചിന്തിക്കണമെന്നുണ്ടാവും. ഈ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ചങ്ങായി ആ ഒരു സംഭവം നെഗറ്റീവായി ചിന്തിച്ചത് കൊണ്ട് തന്നെ, നെഗറ്റീവ് ഔട്ട്കമാണ് വരാൻ ചിന്തിച്ചുകൊണ്ട് തന്നെ ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യണ പോലുമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ഔട്ട്കമാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഔട്ട്കം എനിക്ക് ഉണ്ടാവില്ല. കാരണം സെയിലിംഗ് ഈസ് നോട്ട് ദ പ്രോബ്ലം, നോട്ട് ഡൂയിങ് ഈസ് ദ പ്രോബ്ലം. യു മിസ് ദ 100% ഓഫ് ഷോട്ട് ദാറ്റ് യു ഡിഡ്ന്റ് ടേക്ക് എന്ന് കേട്ടിട്ടില്ലേ? ഓൻ അവിടെ ഒരു ചാൻസ് കൊടുത്തിട്ടില്ല, ഒരു ഷോട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ ആ 100% ഓന് മിസ്സായി. മറ്റോ 99% ഫെയിൽ ആയാലും ആ 1% എന്ത് ചെയ്തു, ഓന് കിട്ടി. അതോ ഒപ്റ്റിമിസ്റ്റിക് ആയതുകൊണ്ടാണ്. ലാസ്റ്റ് വൺ, 2 കോൺട്രാഡിക്ടറി പോയിന്റാണ്. 1, ഫിനിഷ് വാട്ട് യു ആർ സ്റ്റാർട്ടഡ്. 2, ലേൺ ദ ആർട്ട് ഓഫ് നോട്ട് ഫിനിഷിങ്. അപ്പോൾ ഇത് രണ്ടൊപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഫിനിഷ് വാട്ട് യു സ്റ്റാർട്ടഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു 3 മണിക്കൂർ കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്തു, ഒരു സബ്ജക്റ്റ് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു വർക്ക് ഇടാനൊക്കെ തുടങ്ങി. അപ്പോൾ അതെന്ത് ചെയ്യുക, എന്തായാലും ഫിനിഷ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് പോരുള്ളൂ. അത് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യാതെ അത് ഫിനിഷ് ചെയ്തിട്ട്, ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഫിനിഷ് ചെയ്തിട്ട് ഇനി അടുത്ത പരിപാടിയുള്ളൂ. ഇനി ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കും, എന്നാലും ഇത് ഫിനിഷ് ചെയ്തിട്ട് ഇനി അടുത്ത പരിപാടിയുള്ളൂ എന്ന് വിചാരിച്ചാൽ, ഒറ്റയടിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത അത്രയും ലെങ്ത് ഉണ്ട്. ഒരു 90 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓരോ ടെക്നിക്ക് ഉപയോഗിക്കുക, ബ്രേക്ക് ചെയ്യുക, 25 അല്ലെങ്കിൽ 50 മിനിറ്റ്, പിന്നെ 10 മിനിറ്റ് റെസ്റ്റ് എന്നുള്ള രീതിയിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടെങ്കിലും എന്ത് ചെയ്യാം, ആ ഒരു ടാസ്ക് ഫിനിഷ് ചെയ്യാം. അതേപോലത്തെ സംഭവമാണ് ലേൺ ദ ആർട്ട് ഓഫ് നോട്ട് ഫിനിഷിങ്. അതിൻ്റെ സംഭവം, ഇപ്പോൾ നിങ്ങളൊരു ബുക്ക് വായിക്കാൻ തുടങ്ങി, ആ ബുക്ക് നിങ്ങൾ അതിൻ്റെ കവർ കണ്ടെടുത്താണ്, അത് നല്ലൊരു നെയിമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് വായിച്ചപ്പോൾ പക്ക ബോറിങ്, നിങ്ങൾ ലൈഫിനായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ അറിയാതെ 10 പേജ് വായിച്ചു പോയി. ഇനിയിപ്പോൾ അത് ഫുള്ളാക്കണമല്ലോ, വേണ്ട, ആ മാറ്റി വെക്കുക, സമയം വേസ്റ്റ് ആക്കണ്ട. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യണത്, അതേ പറഞ്ഞത്. അതേപോലെ നിങ്ങൾ പുതിയ കാര്യം എന്തെങ്കിലും ട്രൈ ചെയ്തു. ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനും ബോക്സിങ്ങിൻ്റെ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, മൊയ്ത്തായി എന്ന് പറഞ്ഞിട്ട്, അതിന് കുറച്ചാലും പോയി ഞാൻ മനസ്സിലാക്കി ഇത് എനിക്കുള്ളതല്ല, ഞാൻ നേരെ എന്ത് ചെയ്തു, ഒഴിവാക്കി. ഞാൻ ട്രൈ ചെയ്തു, കുറച്ചാലും നോക്കി, ഇത് എനിക്ക് പറ്റിയതല്ല, ഇത് എൻ്റെ ഇൻട്രസ്റ്റിലുള്ളതല്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ അവർ പറഞ്ഞത്. ഞാൻ അപ്പോൾ തന്നെ നിർത്തി. വെറുതെ അത്രയും ടൈം വേസ്റ്റ് ആക്കേണ്ടത്, ഏതായാലും എൻ്റെ ഇൻട്രസ്റ്റിലുള്ളതല്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ടാസ്ക് തുടങ്ങി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു റിലവൻറ്റും അല്ലാന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം ഫിനിഷ് ചെയ്യാനും പഠിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു. ഡു ദ ഹാർഡ് തിങ്സ് ഫസ്റ്റ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതല്ലാതെ ആദ്യം സുഖമുള്ളത് തിന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഗതികേടുള്ളത് ചെയ്യുക എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. ആദ്യം എന്ത് ചെയ്യുക, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും നിങ്ങൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ആ ടാസ്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഇത് നല്ലൊരു ഗുഡ് വേ ആണ് നമ്മൾ പ്രോക്കാസ്റ്റിനേഷനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. I hope this video is helpful for you guys. See you in the next video.